പോയിന്റിലോട്ട് SL കയറ്റി വെക്കണം. എടാ 133.85 SL ട്രയൽ ചെയ്ത് ഫൈനൽ ടാർഗറ്റ് അങ്ങ് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഫൈനൽ ടാർഗറ്റ്. പൊളി. അത്യാവശ്യം ലക്ഷങ്ങളുടെ കളി. താങ്ക് യു മാത്രമേ ഉള്ളല്ലേ ട്രീറ്റ്. ബാങ്ക് നിഫ്റ്റി ഒരു ബൈ നോക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ബ്രേക്ക് ആയി നോക്കാം. ഇവിടെ അതായത് പ്ലാൻ ഇതാണ്, അൺടിൽ ഈ ഏരിയ ബ്രേക്ക് ആവുന്നത് വരെ ബൈ ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബെറ്റർ എനിക്ക് തോന്നുന്ന ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ഇതോ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ ട്രേഡ് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റി ബൈ ആണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുന്നത്, ഈ ഗ്രീൻ ഏരിയയിൽ ഇത് ബ്രേക്ക് ആവുന്നത് ബൈ തന്നെ ആയിരിക്കും. ഈ ഒരു ഏരിയ ൊക്കെ നമുക്ക് ബൈ കിട്ടി, അതായത് ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കയറാൻ ചാൻസ്. ഈ ക്യാൻഡിൽ ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത്, എന്നിട്ട് ഇതിന്റെ ഒരു ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ അവിടെ എൻട്രി എടുക്കുക കേട്ടോ. ലോ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഈ ലോയുടെ താഴെയായിട്ട് ഓപ്ഷൻ ചാർട്ടിൽ നോക്കണേ ബ്രേക്ക് ആവുന്നുണ്ടോന്ന്. അതാണ് ഇമ്പോർട്ടൻറ്റ്. പ്ലാൻ ഈ ഒരു ക്യാൻഡില് ഇതിന്റെ ഒരു ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ ബൈ എടുക്കും. ഇതിന്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ക്യാൻഡിലാണ്. ഞാൻ അതിന്റെ മേളിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനി എടുക്കണ്ട ബ്രോ, ഇനി ഇച്ചിരി റിസ്ക് അല്ല അത്. ഇനിയാണെങ്കിൽ ഒരു 828 ഒക്കെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് എടുത്തോ. ടാർഗറ്റ് നമുക്ക് ട്രയൽ ചെയ്ത് പോവാം. ഇവിടെ ഒന്ന് പ്രൈസ് മൂവ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ന്യൂ ഡേ ഹൈ പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. റീ എൻട്രി എടുക്കണമെങ്കിൽ ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ ഒരു 828 ഒക്കെ ക്രോസ് ചെയ്യുന്ന ടൈമില് ലിമിറ്റ് ഇട്ട് വെച്ച് വേണമല്ലോ. ഈ ഓപ്ഷൻ ചാർട്ടിൽ മൊമെന്റം വരുന്നില്ല കേട്ടോ. ഒന്നേ നിങ്ങൾ എക്സിറ്റ് ചെയ്തോ ഇവിടെ, അല്ലെങ്കിൽ ഒരു 50% എക്സിറ്റ് ചെയ്തോ. ഇപ്പം കോസ്റ്റിലല്ലേ നിൽക്കുന്ന. ഈ ഒരു ക്യാൻഡിലോട്ട് മൊമെന്റം എക്സിറ്റ് ചെയ്തോണേ. ഞാൻ കോസ്റ്റിൽ കട്ട് ചെയ്തത് മൊമെന്റം തോന്നുന്നില്ല അവിടെ. ആരെങ്കിലും ഹോൾഡ് ചെയ്യണമെങ്കിൽ ചെറിയ ലോട്ടിലെ ഹോൾഡ് ചെയ്യാം. അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തത് കയറി പോകുന്നില്ല അവിടെ നിന്ന്. ഈ ചാർജ് കിട്ടുന്നില്ല. നിഫ്റ്റി കയറി, നിഫ്റ്റിയിൽ അത് അധികം മൂവ് ചെയ്തില്ല. ഞാൻ അത് കട്ട് ചെയ്തു. ഞാൻ പ്ലാൻ ചെയ്തത് എടുത്ത ട്രേഡ് ഇതായിരുന്നു. ഈ ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ എടുക്കാനാണ് പറഞ്ഞത്. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ എടുത്തു. ബട്ട് കുറെ നേരമായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് ഓപ്പർച്യൂണിറ്റി കുറച്ച് ബെറ്റർ ബാങ്ക് നിഫ്റ്റിയിലാണ് തോന്നിയത്. അതാണ് എടുത്തത്. നിഫ്റ്റിയിലും ഉണ്ടായിരുന്നു. നിഫ്റ്റിയിലും സെയിം ഇത് തന്നെയായിരുന്നു പ്ലാൻ തന്നെ പറഞ്ഞത്. പക്ഷെ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയ ബാങ്ക് നിഫ്റ്റിയാണ്. റണ്ണിങ് ഞാൻ എക്സിറ്റ് ചെയ്യാം. അബ്രോഡൊന്നും മൊമെന്റം വന്നിട്ടില്ലല്ലോ. ഞാൻ ആ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ ഒന്നുകൂടി ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും കേട്ടോ. ചിലപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എന്റെ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ബാങ്ക് നിഫ്റ്റി ഈ ഏരിയ ബ്രേക്ക് ആവുന്നത് വരെ എന്റെ വ്യൂ തന്നെയാണ്. ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താലേ എന്ന് തോന്നുന്നു പ്ലാൻ. പറഞ്ഞോ. ഫില്ലാവുന്നുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഓവറോൾ ഡയറക്ഷൻ ബൈ അല്ലായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലല്ലേ. അപ്പം ഇത് ഫില്ലാവാൻ വരുമെന്ന് നമുക്കറിയാവുള്ളൂ. 10 മിനിറ്റ് ഓർഡറിന്റെ താഴെ ഞാൻ ബെയറിഷ് ആയിരുന്നു. ബട്ട് ഇപ്പം ഉള്ള കുറച്ച് മൂവ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ഏരിയയിലായിരുന്നു നിൽക്കുന്നത്. നിഫ്റ്റി ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ. ഇപ്പൊ നിഫ്റ്റി ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞത് ബാങ്കിന്റെ ചാർട്ട് അല്ലേ? ഈ കാണുന്ന സ്ക്രീൻ ബാങ്ക്. അതെ, ഞാൻ മൾട്ടിപ്പിൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പൊ ഈ മാർക്ക് ബാങ്ക് നിഫ്റ്റിക്കും ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്നത്തെ ലെവലല്ല ഇത്. അത്ര നിഫ്റ്റിയിൽ ഇപ്പൊ നിൽക്കുന്നത് നോക്കുവാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കറന്റ്ലി എന്റെ വ്യൂ അപ്സൈഡ് ആണ്. നമുക്കൊരു ലോ ഒക്കെ കിട്ടുവാണെങ്കിൽ ഒരു ബൈ കിട്ടും. ഈ ലോ ബ്രേക്ക് ആയ അതെ എന്റെ കുറച്ചുകൂടി അടുത്ത് ഇമ്മാനല്ലോ അവിടെ ഇല്ല, മിസ്സായിട്ടില്ല. നമുക്ക് ഒരു പുതിയൊരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചു പറഞ്ഞു. ഇതിനൊരു എക്സെപ്ഷൻ കിട്ടിയാൽ നമുക്ക് എൻട്രി ബൈ ആണ് നോക്കുന്നതാണ്. കേക്കാന്റെ ക്ലോസ് വരിക. പ്ലാൻ എന്താന്ന് വെച്ചാൽ ബൈ ആണ് നോക്കുന്ന. ഈ ഏരിയയുടെ ലോയിൽ നിന്ന് പ്രൈസ് സ്വീപ്പ് ആവുകയാണെങ്കിൽ എൻട്രി എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇതിന്റെ ലോ. ഇതാണ് പ്ലാൻ ക്ലിയർ ആണോ? ക്ലിയർ എന്ന് മെസ്സേജ് ഇട്ടേണ്. എടുത്ത ആ ടൈമിൽ പിന്നെ എപ്പോഴെങ്കിലും ഡേയ്സ് ലോ ഉണ്ടാക്കുവാണെങ്കിൽ പ്ലാൻ ക്യാൻസൽ ആണ്. നിഫ്റ്റി സ്വീപ്പ് ആയില്ലല്ലോ, ഇതിന്റെ താഴെ വന്നിട്ടില്ല.
ഞാൻ സ്പോർട്സ് ചാർട്ട് നോക്കാറില്ല, ഞാൻ ഇത് മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ സംസാരിച്ചിരുന്നു. എടാ ഈ ഏരിയ വരെ നോക്കി 23-53 ഇല്ലേ? അതെ, ഇത് റെഡ് ലൈൻ ട്രയൽ ചെയ്തോണേ, കാരണം വേഷം കിട്ടും. പക്ഷെ എന്റെ എക്സ്പെക്ടേഷൻ ഇതായിരുന്നു, മാഗ്നിഫിറ്റി ഇവിടം വരെ എത്തും. അപ്പം ഇവിടെ നിന്നുള്ള റിയാക്ഷൻ എനിക്ക് കിട്ടുമെന്നുണ്ട്. ഇത് ബ്രേക്ക് ആയ എന്തായാലും ട്രയൽ ചെയ്തോ, തിരികെ കയറ്റിക്കോ. 133 ക്രോസ് ചെയ്യുമ്പോഴത്തേക്കേ ആ പോയിന്റ് ഒന്ന് നോക്കിക്കോണേ. അവിടെ നിന്നൊരു സഡൻ ആയിട്ട് 133.85 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റിലോട്ട് SL കയറ്റി വെക്കണം. എടാ 133.85 SL ട്രയൽ ചെയ്ത് ഫൈനൽ ടാർഗറ്റ് അങ്ങ് കിടക്കുന്നേ ഉള്ളു കേട്ടോ. ഇതാണ് ഫൈനൽ ടാർഗറ്റ്. എത്രയാ? അത്യാവശ്യം ലക്ഷങ്ങളുടെ കളി. ഇന്ന് കാർത്തികയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ ട്രീറ്റിനുള്ള ഫണ്ട് ആയിട്ടുണ്ട്. അതൊക്കെ വേണം ഗീവ് അവേ ഒക്കെ കൊടുക്കാൻ കേട്ടാ. പ്രത്യേകിച്ച് ഇന്ന് ട്രേഡ് കിട്ടാതെ നോക്കി നിൽക്കുന്നവർക്ക്. എനിക്ക് ട്രേഡ് കിട്ടില്ല. ആ പോയിന്റ് അല്ല, അത് ഇത് ഇപ്പോഴും ഫൈനൽ ടാർഗറ്റ് മേളിലാണ് ഇതിന്റെ. പക്ഷെ ഈ വെറുതെ പിടിക്കണ്ടല്ലോ, അതാണ് ഇത്. ഇതുവരെ പോണം ഈ സാധനം. ഇന്ന് പോയില്ലെങ്കിൽ നാളെ കയറാനുള്ള ചാൻസ് ഹൈയാണ്. താങ്ക് യു മാത്രമേ ഉള്ളല്ലേ ട്രീറ്റ്. ഇപ്പൊ കണ്ടു ഡിസ്പ്ലേ ഇതല്ലേ പിടിച്ചേ. ഞാൻ ഇനി ലേറ്റൻസി ഇഷ്യൂസ് എല്ലാം വന്നിട്ടേ ഒരു അക്കൗണ്ടിലൊരു ചെറിയ പോയിന്റ്സിന് വ്യത്യാസം ഉണ്ട്. ഇന്നലെ 1:5. ഇന്നലെ എനിക്ക് ബ്രേക്ക് ഈവൻ ആയിപ്പോയി. ഇന്നും ബ്രേക്ക് ഈവൻ ആയി. ബാങ്കിന് എൻട്രി ഉള്ളൂ, പക്ഷെ ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ. ഇതിനകത്ത് നടക്കാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ വല്ലതും വന്നാൽ നമുക്കിവിടെ ഒരു റീ എൻട്രി നോക്കാം. ഇന്നത്തെ ട്രേഡ് നമ്മൾ ഫസ്റ്റ് എടുത്തത് ബ്രേക്ക് ഈവൻ ആയിരുന്നു. രണ്ടാമത്തെ ട്രേഡ് കാർത്തിക എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന്റെ മേളിൽ എന്റെ വ്യൂ ബൈ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഈ ഹൈ ഓപ്ഷൻസിൽ ബ്രേക്ക് ആയപ്പോഴാണ് എടുത്തത്. ബട്ട് ഇതുപോലെ അല്ലായിരുന്നു ഓപ്ഷൻ ചാർട്ടിൽ. കുറെ നേരമായിട്ട് പ്രൈസ് മൊമെന്റം ഇല്ലാണ്ട് കടന്നു. വീണ്ടും ഒരു ക്യാൻഡിൽ മൊമെന്റം വന്നു. ഒരു 5-6 പോയിന്റ് എന്തോ മാറിയിട്ടുണ്ട്. എന്നിട്ടും അത് നമ്മൾ അവിടെ എക്സിറ്റ് ആയി ചെറിയ കോസ്റ്റില്. ചെറിയ പ്രോഫിറ്റ് എന്താ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ദെൻ നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത് വീണ്ടും നമുക്ക് ഇവിടെ ബൈ ഓർഡേഴ്സ് ബിൽഡ് ആവുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഡയറക്ഷൻ പ്ലാൻ ചെയ്തത്. എന്റെ എൻട്രി മോഡൽ ആയിട്ടുണ്ടായിരുന്നു. സോ കാർത്തിക അതെടുത്ത് ആ ട്രേഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മള് അനന്തൻ ഈ ഒരു ഏരിയ എത്തിയപ്പോ പറഞ്ഞു ഇവിടുന്ന് ബൈ ആണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇപ്പൊ ഉണ്ടാക്കിയാൽ തിരിച്ച് ഈ റീട്രേസിൽ ഇവിടെ തിരിച്ച് റീട്രേസ് ചെയ്യും. ഞാൻ ഇവിടെ കൺഫർമേഷൻ നോക്കും. എന്നിട്ട് ഇങ്ങനെ വീണ്ടും റീട്രേസ് ചെയ്യും. ഞാൻ ഇവിടെ എൻട്രി എടുക്കും. ഇതാണ് എന്റെ എൻട്രി മെത്തേഡ്. ഇപ്പോഴും ഇവിടെയാണ് ഇങ്ങനെ വരും. ഇതിന്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കും. വെച്ചിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യും. ഇതാണ് നോർമൽ. ഇവിടെ അല്ലെങ്കിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. തിരിച്ച് ആ സ്ട്രക്ചർ ഇവിടെ വന്നു. ഓർഡർ ബ്ലോക്ക് ഞാൻ എപ്പോഴും വരയ്ക്കുമ്പോൾ ആ ഒരു ക്യാൻഡിലിന്റെ ഹൈ അല്ല വരയ്ക്കുക, ബോഡിയാണ് എടുക്കുക. അപ്പൊ ഇവിടെ എനിക്ക് ഈ ഒരു ബോഡിയിൽ ഇവിടെ വന്നു. അപ്പൊ ഇവിടെ വന്ന് മിറ്റിഗേഷൻ നടന്നപ്പോ എന്ത് ചെയ്തു, 1 മിനിറ്റിലേക്ക് 1 മിനിറ്റ് എനിക്ക് ഈ ഒരു ക്യാൻഡിൽ ആണ് ഇവിടെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു ലിക്വിഡിറ്റി. ഇത് ഈക്വൽ കൊണ്ട് മാത്രമല്ല ഞാൻ ലിക്വിഡിറ്റി ആയിട്ട് എടുത്തേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഒരു അഡീഷണൽ എക്സോഷൻ ലിക്വിഡിറ്റി ആണത്. അതുകൊണ്ട് ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ സ്വീപ്പ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഈ ക്യാൻഡിൽ ആണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി. അപ്പം ഇതിന് ഞാനൊരു ബോഡി ബ്രേക്ക് നോക്കും. അപ്പൊ ഇവിടെ നമുക്ക് മുകളിലേക്കൊരു പ്രോപ്പർ ഒരു മൊമെന്റ് അല്ല എങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക് കിട്ടി. തിരിച്ച് റീട്രേസ് ഇവിടെ ചെയ്തു. അപ്പൊ ഞാൻ ഈ ഒരു എൻട്രി ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഓപ്ഷൻ ചാർട്ടിൽ മണി ആ ടൈമിൽ എടുക്കും. അവിടെ ഞാൻ എൻട്രി വെച്ചു. ഈ ഒരു ക്യാൻഡിലിന്റെ താഴെയായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. എന്നിട്ട് അനന്തം പറഞ്ഞാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. ആക്ച്വലി എന്റെ ടാർഗറ്റ് അത്ര ഇല്ലായിരുന്നു. അപ്പം ഇവിടെ നിന്ന് കംപ്ലീറ്റ് മുകളിലേക്ക്. അപ്പൊ ഒരു ഓപ്ഷൻ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1:5
6.6 എനിക്ക് എക്സിറ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ ഓപ്ഷൻ ചാർട്ടിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് ഓക്കെ. പിന്നെ പഴയ മെൻഡർ ഉണർന്നു, പഴയ മെൻഡർ നൈസ് എക്സ്പ്ലനേഷൻ. കൊറേ നാളായിട്ട് ഞാൻ ശരിയാണ്. ബാലൻസ് ചോദിച്ചത് ഗോ ചാർട്ടിങ്ങിലെ വോളിയം ബാലൻസ് ആണോ ചോദിച്ചത്? അതാ ഗോ ചാർട്ടിങ് ബേസ് ചെയ്തിട്ടുള്ളതാണോ ചോദിച്ചത്? വോളിയം ബാലൻസ് പ്രീവിയസ് ഡേയിൽ ഉണ്ടായിരുന്നത് പഠിച്ചത് വലിയത് സ്ഥലത്തല്ല, സ്വന്തം സ്ഥലത്ത് തന്നെ പഠിച്ചു. ഇന്ന് നോട്ടിഫിക്കേഷൻ ഒന്നില്ല, സോ എൻട്രി മിസ്സായി. നോട്ടിഫിക്കേഷൻ 2 പ്രാവശ്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല, ഫസ്റ്റ് എൻട്രിക്കും സെക്കൻഡ് എൻട്രിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോ ചാർട്ടിങ് യെല്ലോ കളർ അതല്ല എല്ലാം എന്റെ ഞാൻ അത് ഓർഡേഴ്സ് ആണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇംബാലൻസ് മാത്രം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടില്ല ബ്രോ. എന്നുവെച്ചാൽ ഇന്ന് തന്നെ ഇപ്പൊ കുറച്ച് മുന്നേ നമ്മള് ആ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇംബാലൻസ് കണ്ടില്ലേ? ഇത് ഇംബാലൻസ് ആയിരുന്നു, ബട്ട് പ്രോപ്പർ ഒരു വ്യൂ കിട്ടിയില്ലെങ്കിൽ പ്രൈസ് വരുന്നറിയാൻ. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇതൊരു ഇംബാലൻസ് ആണ് ഇവിടെ. ഈ ഇംബാലൻസ് ഈ പ്രൈസ് വരുന്ന നമുക്കറിയാം, പക്ഷേ ഇത് ഇവിടുന്ന് കയറി പോകും, അത് ഇവിടെ എന്താ ഉറപ്പാണുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡയറക്ഷൻ വേണം. ഇംബാലൻസ് മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഇംബാലൻസ് മോസ്റ്റ് പ്രോബബ്ലി അന്നത്തെ ഡേ തന്നെ ഫില്ല് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ എക്സ്ട്രാ കോൺഫിഡൻസസ് മാത്രമായിട്ട് ഇതെടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് ബേസ് ചെയ്തെടുക്കും. ഞാൻ ICT കൺസൾട്ട് ബാലൻസ് ആണോ? ഞാൻ അത് എന്നെ കണ്ടിയും ബെറ്റർ ആയിട്ട് കറക്റ്റ് വയ്ക്കാൻ കുറച്ചുകൂടി അറിയാം. ICT എനിക്കറിയാം, ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സമയത്ത് യൂസ് ചെയ്ത് ഇത്ര വർക്കൗട്ട് കുഴപ്പമില്ല. എന്റെ കുറച്ച് കണ്ടൻസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ICTക്ക് എഗെയിൻസ്റ്റ് അല്ല, അതിൽ നിന്നുള്ള കുറച്ച് കണ്ടൻസ് ഞാൻ ചില സമയത്ത് എന്റെ എൻട്രിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ വേർഷനാണ് SMC. ശരിയാണ്, മറ്റത് ഒരുപാടുണ്ട്. 2016ഉം 2018 ഒക്കെ നല്ല കണ്ടൻസ് ആണ്. പ്രൈസ് ആൻഡ് ടൈം അതൊക്കെ അവര് ആണ് അല്ല ഇവരല്ല അയാള് കൊണ്ടുവന്നത്. ബ്രോ ICTയിൽ ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ്. സോ ഞാൻ ഇന്നത്തേക്ക് എന്നാ എൻഡ് ചെയ്യട്ടെ, നാളെ കാണാം.